ലൈംഗികാതിക്രമം ചെറുക്കുന്നതിനിടെ തൊഴിലുടമയുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായി മൃഗസ്നേഹിയും സന്നദ്ധ പ്രവർത്തകയുമായ സുനിത സ്മിത കൊല്ലപ്പെട്ട സംഭവത്തിൽ രൂക്ഷ പ്രതിഷേധവുമായി നടി പാർവതി തിരുവോത്ത് രംഗത്ത്. ബാംഗ്ലൂരിലെ തെരുവു നായ്ക്കൾക്കായുള്ള അഭയകേന്ദ്രത്തിൽ ജോലിക്ക് പോയ 47-കാരിയായ സുനിത തൊഴിലുടമയുടെ ലൈംഗികാതിക്രമ ശ്രമത്തെ പ്രതിരോധിക്കുന്നതിനിടയിലാണ് കൊല്ലപ്പെട്ടത്. കുറ്റാരോപിതനായ തൊഴിലുടമയെ അറസ്റ്റ് ചെയ്യാത്തതിനെ ചോദ്യം ചെയ്ത പാർവതി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ തൻ്റെ രോഷവും സങ്കടവും പങ്കുവച്ചു. തൃശൂർ വാടാനപ്പള്ളി പത്താംകല്ല് സ്വദേശിയായ സുനിത ചൊവ്വാഴ്ചയാണ് തൃശൂരിലെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞത്. മർദ്ദനമേറ്റ് ഗുരുതര പരിക്കുകളോടെ വെന്റിലേറ്ററിലായിരുന്നു ഇവർ. മറ്റ് 2 സ്ത്രീകൾക്കൊപ്പം ജോലിക്ക് പോയ സുനിത അഭയകേന്ദ്രം ഉടമയുടെ ലൈംഗികാതിക്രമ ശ്രമങ്ങളെ എതിർക്കുകയും തിരികെ കേരളത്തിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് ആക്രമിക്കപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട്. സുനിത വെറുതെ മരിച്ചതല്ല, അവൾ കൊല ചെയ്യപ്പെട്ടതാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്നേഹമുള്ള, കരുണയുള്ള ഒരു സ്ത്രീ തൻ്റെ തൊഴിലുടമയുടെ ലൈംഗികാതിക്രമണത്തെ പ്രതിരോധിക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ടുവെന്ന വാർത്തയറിഞ്ഞ നിമിഷം മുതൽ എനിക്ക് കരച്ചിൽ നിർത്താൻ കഴിഞ്ഞിട്ടില്ല. ആ കൊലയാളി ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെടുകയോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരപ്പെടുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഇതിൽ നാം അതിശയിക്കേണ്ടതുണ്ടോ? വാർത്തയുടെ ലിങ്ക് പങ്കുവെക്കുന്നു. ദയവായി ഇത് കണ്ട് പ്രതികരിക്കൂ എന്നാണ് പാർവതി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത്. പ്രിയപ്പെട്ട ഭർത്താവും 4 വയസ്സുള്ള മകനും താൻ രക്ഷിച്ചെടുത്ത 167 നായ്ക്കളും അടങ്ങുന്നതാണ് സുനിതയുടെ ലോകം. രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ മുൻപും അവർക്ക് നേരെ പലതവണ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കത്തികൊണ്ടുള്ള ആക്രമണത്തെയും പൊള്ളലിനെയുമെല്ലാം അവൾ അതിജീവിച്ചിരുന്നു. കൊലയാളിയായ തൊഴിലുടമ ശമ്പള വാഗ്ദാനം ചെയ്തതിനാലാണ് അവൾ ഈ ജോലി സ്വീകരിച്ചത്. തൻ്റെ കുടുംബത്തെയും താൻ രക്ഷിച്ച നായ്ക്കളെയും സംരക്ഷിക്കാനാണ് അവൾ ജോലിക്ക് പോയത്. അവളുടെ ആ നല്ല മനസ്സ് തന്നെയാണോ അവളെ മരണത്തിലേക്ക് നയിച്ചത്? എനിക്കിത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാണ് പാർവതി കൂട്ടിച്ചേർത്തത്. തനിക്ക് കീഴ്പ്പെടാത്തതുകൊണ്ടാണ് അയാൾ അവളെ കൊന്നത്. ഇത് അയാളുടെ ആദ്യത്തെ പ്രവൃത്തിയല്ല, അവസാനത്തെയും ആയിരിക്കില്ല. നമ്മുടെ പെൺകുട്ടികൾക്ക് എത്ര സുരക്ഷിതമായ രാജ്യമാണിത്. ഇനി എന്തിനാണ് നമുക്ക് ഫെമിനിസം എന്ന് ചോദിക്കുന്നവർ കാണുക. കരച്ചിലോടെ മറ്റൊരു വീഡിയോയിൽ പാർവതി പറയുന്നതിങ്ങനെയായിരുന്നു. ബാംഗ്ലൂരിൽ അഭയകേന്ദ്രം നടത്തുന്ന മലയാളി ദീപക് കൃഷ്ണനാണ് കേസിലെ പ്രതി. സുനിതയെ ക്രൂരമായി മർദ്ദിച്ച ഇയാൾ തല ഭിത്തിയിലും അലമാരയിലും പലതവണ ഇടിപ്പിക്കുകയും നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. സംഭവത്തിന് സാക്ഷിയായ സ്ത്രീകളിൽ ഒരാൾ തന്നെ ഫോണിൽ വിളിച്ചറിയിച്ചതോടെയാണ് വിവരമറിഞ്ഞതെന്നാണ് സുനിതയുടെ ഭർത്താവ് സിൻഡോ പറയുന്നത്. സിൻഡോ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് വാടാനപ്പള്ളി പോലീസ് ബാംഗ്ലൂർ പോലീസുമായി ബന്ധപ്പെട്ടതോടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത്.